പോലീസ് അക്രമത്തിനെതിരെ ജനകീയ വിചാരണ സദസ്സ്. പ്രാർത്ഥനാ സത്യാഗ്രഹം നടത്തിയിരുന്ന 21 വൈദികരെ നിയമവിരുദ്ധമായി ബിഷപ്പ് ഹൌസിൽ നിന്ന് ബലമായി നീക്കം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്ത പോലീസ് നടപടിക്കും അതിനുള്ള നിർദ്ദേശം നൽകിയ ക്രിമിനൽ കൂരിയയ്ക്കുമെതിരെ അങ്കമാലി മേഖല ജനകീയ വിചാരണ സദസ്സ് അങ്കമാലി സുബോധന പാസൽ സെന്ററിൽ നടന്നു. എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരുടെ സ്ഥിരം അഡ്രസ് എറണാകുളം ബിഷപ്സ് ഹൌസ് ആയിരിക്കെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ കിടന്നുറങ്ങിയ 21 വൈദികർക്കെതിരെ വെളുപ്പാൻ കാലത്ത് നടന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് അതിരൂപതയുടെ 4 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ജനകീയ വിചാരണ സദസ്സിന് ഫാദർ ലിൻഡോ കാട്ടുപറമ്പലിന്റെ പ്രാർത്ഥനയോടെ പൊതുയോഗം ആരംഭിച്ചു. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ അധ്യക്ഷനായിരുന്നു. തിരുവസ്ത്രം പോലീസിനാൽ വലിച്ചു കീറപ്പെട്ട് മർദ്ദനമേറ്റ ഫാദർ രാജൻ പുന്നക്കൽ അനുഭവം വിവരിച്ചു. ഫാദർ വർഗീസ് ചെരപ്പറമ്പിൽ, ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണി, റിജു കാഞ്ഞുകാരൻ, ഷിജോ മാത്യു, KM ജോൺ, വർഗീസ് കൈതാരത്ത് എന്നിവർ പ്രസംഗിച്ചു. പോലീസ് നടപടിയിൽ തങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ യോഗത്തിൽ വിവരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണെന്നും അനീതിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും സമ്മേളനം പ്രഖ്യാപിച്ചു. ബിഷപ്സ് ഹൌസ് സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ മാർ ജോസഫ് പാംബ്ലാനിയുമായി ഉണ്ടാക്കിയ ധാരണ അനുസരിച്ചാണ് 1 മാസത്തിനുള്ളിൽ അതിരൂപതയിലെ വൈദികരെ മാർ പാംബ്ലാനി കാണുകയും സംസാരിക്കുകയും പുതിയ കൂരിയെയും മറ്റ് കാനോനിക സമിതികളെയും പുനർസംഘടിപ്പിക്കുക. ഇപ്പോൾ വൈദികർ നേരിടുന്ന ശിക്ഷാ നടപടികളിൽ വിഷയങ്ങൾ പഠിച്ചതിനു ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കൂ എന്നും അതിമെത്രാസന മന്ദിരം പോലീസ് വിമുക്തമാക്കുകയും അരമനയുടെ ഗേറ്റ് എല്ലാവർക്കും വേണ്ടി തുറന്നിടേണ്ടതുമാണ്. ഈ വ്യവസ്ഥകൾ പാലിച്ച് അരമനയിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ക്രിമിനൽ കൂരിയയെ പുറത്താക്കുകയും വൈദികർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ റദ്ദു ചെയ്യുകയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന നിയമവിധേയമാക്കുകയും ഒരു വേരിയന്റായി അനുവദിക്കുകയും ചെയ്താൽ മാത്രമേ ഈ സമരം അവസാനിക്കുകയുള്ളൂ എന്നും ദൈവജനത്തിന് ഉറപ്പു നൽകി. ഭാവി പ്രവർത്തന പരിപാടികൾ അധികാരികളുടെ നിലപാടനുസരിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കുമെന്നും യോഗം പ്രഖ്യാപിച്ചു. മേഖലാ തലത്തിൽ മർദ്ദനമേറ്റ 21 വൈദികർ, നിരാഹാരം അനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ജോയ്സ് അച്ചൻ, സസ്പെൻഷൻ ലഭിച്ച വൈദികർ ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ, ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഫാദർ ഷെറിൻ പുത്തൻപുരയ്ക്കൽ, ഫാദർ ജിതിൻ കാവാലിപ്പാടൻ, ഫാദർ അലക്സ് കരീമഠം, വിവിധ ഇടവക വൈദികർ, അൽമായ മുന്നേറ്റം ഫൊറോന കൺവീനർമാരും സമ്മേളനത്തിന് നേതൃത്വം നൽകി. കൊരട്ടി, കറുകുറ്റി, മൂക്കന്നൂർ, അങ്കമാലി, മൂഴിക്കുളം എന്നീ ഫൊറോനകളിൽ നിന്നുമുള്ള ഇടവക പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു.